അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ്. നാട്ടിക ഉസ്താദ് ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ജനസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം മൈക്കട്ടടിച്ച് പ്രഭാഷണം നടത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ്. നാട്ടിക ഉസ്താദ് നാട്ടികയിൽ വെച്ച് അവസാനമായിട്ട് പ്രഭാഷണം നടത്തുമ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന ജനങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നാടിന്റെ പേര് കൊണ്ടാണ് ഞാൻ അറിയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ എന്റെ കബറിന്റെ മുന്നിലേക്ക് ജനങ്ങൾ വരിക, ആളുകളോട് ചോദിക്കും നാട്ടികയുടെ കബറേതാന്നാ ചോദിക്കുക, അതല്ലാതെ മൂസയിലേറെ കബറേതാന്ന് ചോദിച്ചിട്ട് ഒരാളും അങ്ങോട്ട് വരില്ല എന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് നാട്ടികയിൽ വെച്ച് പ്രഭാഷണം നടത്തിയപ്പോ അവിടെയുള്ളതായിരിക്കുന്ന ആളുകൾ അന്തം വിട്ടുപോയി. പിന്നീട് ഒരു കാരണവശാലും ഒരു സമയത്തും അവസാനത്തെ പ്രഭാഷണമായിരുന്നു നാട്ടികയിലെ പ്രഭാഷണം. അതുപോലെ തന്നെ ഉസ്താദിന്റെ ആയിരിക്കുന്ന മലയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് അരമണിക്കൂറൊക്കെ പ്രഭാഷണം പറഞ്ഞുകൊണ്ട് നിർത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് വന്നുകൊണ്ട് പറയുകയാണ്, നാട്ടിക മുസ്ലിയരെ, നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം ഈ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ 3 മണിക്കൂർ നേരമാ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് സുന്നത്ത് ജമാഅത്തിന്റെ എതിര് വരുന്ന എല്ലാ കക്ഷികളെ കുറിച്ച് തുറന്നു കാട്ടിക്കൊണ്ട് പ്രഭാഷണം നടത്തിയ ആളാ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ്. അല്ലാഹുവേ, അവരുടെ കബറിൽ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവസാനമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയതായിരിക്കുന്ന സമ്മേളനത്തിന്റെ പ്രഭാഷണം നടത്തുന്നത് നന്ദി ദാറുസ്സലാം അറബി കോളേജിലാണ്. നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ തിരുമുഖത്ത് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതെന്താ? ചെറുശ്ശേരി ഉസ്താദ് അവിടെ നിന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഒരുപാട് വരച്ചു കാട്ടിയിട്ട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ നിങ്ങളാണ് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് വിടവാങ്ങൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് ആരെയാണോ തന്റെ കസേരയിലേക്ക് ഇരുത്തിയത് ആ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ശൈഖുനാ ശംസുൽ ഉലമയുടെ സ്ഥാപനത്തിൽ വന്നുകൊണ്ട് അവസാനമായി കൊണ്ട് പ്രഭാഷണം നടത്തി ഇറങ്ങിപ്പോയ ആളാ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹുവേ, ദർജനീയ ജീവിച്ചിരിപ്പുള്ള മഹാന്മാർക്ക് ദീർഘായുസ്സും പ്രദാനം ചെയ്യണം അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ സന്തോഷത്തിലാക്കല്ലാഹ്. അവരുടെ ദർജനീയ ഉയർത്തണേ അല്ലാഹ്.